ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഓണം സെലിബ്രേഷൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് സെലിബ്രേഷനാണ് ഓണത്തിൻ്റെ. അപ്പോൾ ഇതേ രാവിലെ തന്നെ എന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മടക്കി വയ്ക്കുകയാണ്. കാരണം നമുക്ക് സദ്യ ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ 4 മണിക്ക് അലാറം വെച്ചിട്ട് നമ്മൾ എന്നിട്ടത് 6 മണിക്കാണ് കേട്ടോ. അപ്പോൾ തല പൊന്താൻ പറ്റണ്ടായിരുന്നില്ല. കാരണം തലേദിവസം നമ്മൾ ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പച്ചക്കറി അരിയിലും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണാം കേട്ടോ. അപ്പം ഞാൻ അടുക്കള കുറച്ച് പേർക്കൊക്കെ വിട്ടുകൊടുത്തിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോയത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറികൾ ഉണ്ടാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഓരോ കറികളായിട്ട് ഞാനും ആളും കൂടിയിട്ട് സഹകരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ ഓണത്തിനും നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. എല്ലാ സദ്യയും കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ കോവയ്ക്ക കൊണ്ടാട്ടാണ് കേട്ടോ. കോവയ്ക്ക വറുത്തിട്ട് ഒരു സംഭവമാണ്. അപ്പോൾ അത് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ കറികളൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഞാൻ പപ്പടമൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ പാലട പായസം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട്, സാധാരണ നമ്മൾ മേടിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. അങ്ങനെ ദേ കറികളെല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാ കറികളും ഒരു 12 കൂട്ടത്തോളം കറികൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം കേട്ടോ. അങ്ങനെ ദേ പൂവൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പൂക്കൾ ഇടാനായിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ പൂക്കളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ദേ ഇവിടെ ഇരുന്ന് അരിയുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പൂക്കൾ ഇടാനായിട്ട്. അങ്ങനെ പൂക്കളിടലൊക്കെ കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഫുഡ് വിളമ്പാനായിട്ടുള്ള ടൈമായി. അപ്പോൾ എല്ലാവരും ഓരോ കറികളായിട്ട് വരി വരിയായിട്ട് വിളമ്പാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വിശാലമായ സദ്യക്കൊക്കെ ശേഷം കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കസേരകളിയാണ് കേട്ടോ. അല്ല കസേരകളില്ല, കസേരോട്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേ. അടുത്തതായി ഇലക്ട്രോഡ് അവതരിപ്പിക്കുന്ന ഓണക്കളി മത്സരങ്ങളാണ്. ആദ്യമായി കസേരോട്ടമാണ് ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്.
കളിക്ക് ഡാൻസ് കളിക്ക്. അപ്പൊ അടുത്തതായി നമ്മുടെ ബിസ്ക്കറ്റ് കളി മത്സരമാണ് തുടങ്ങാൻ പോകുന്നത്. 4 പേര് നിലനിൽക്കേണ്ട ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് കടിച്ചെടുക്കുന്നത് വിജയിക്കുന്നതായിരിക്കും. സന്ദീപ് കഴിക്കാൻ നോക്കുന്നത് കിട്ടുന്നില്ല. എത്ര പോയി കഴിക്കണ പതുക്കെ പോലെ യൂട്യൂബർ അയ്യേ അയ്യോ അയ്യോ പാവണ്ട് ടാങ്ക് നോക്കി ഇടയ്ക്ക് അങ്ങനെ ഓണാഘോഷമൊക്കെ കളറായിട്ടാ. അപ്പം ഇനി പരിപാടികളൊന്നും ഇല്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിരിയാനായിട്ട് പോവാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. ഓണത്തിനടുത്ത അടിപൊളി ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.